നമസ്കാരം. മടിയിൽ കനവില്ലാത്തവർക്ക് വഴിയിൽ ഭയപ്പെടേണ്ടതില്ല എന്ന് പണ്ട് കേരളത്തോട് മുഴുവൻ പ്രസംഗിച്ച ഒരു സഖാവുണ്ടായിരുന്നു, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ ഇന്ന് ആ വാക്കുകൾക്ക് സ്വന്തം മകൾ ടി വീണയ്ക്ക് നേരെ തിരിഞ്ഞു കൊത്തുമ്പോൾ ആ ധൈര്യമൊന്നും ഇപ്പോൾ കാണുന്നില്ല. CMRL എക്സാലോജിക് കോടികളുടെ മാസപ്പടി കേസിൽ വീണ വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ്. വരുന്ന ബുധനാഴ്ച രാവിലെ 10:30 കൊച്ചിയിലെ സോണൽ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകണമെന്നാണ് EDയുടെ കർശനമായ നിർദ്ദേശം. കഴിഞ്ഞ 9-ാം തീയതി കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ED നോട്ടീസ് നൽകിയിരുന്നതാണ്. എന്നാൽ അന്ന് പെട്ടെന്നാണ് വീണ വിജയന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ചോദ്യം ചെയ്യലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ തനിക്ക് 2 ആഴ്ചത്തെ സമയം വേണമെന്ന് കാണിച്ച് വീണ ഇമെയിലിലൂടെ അവധി അപേക്ഷ നൽകുകയായിരുന്നു. തന്റെ അഭിഭാഷകർ വഴി രേഖകൾ കൈമാറാമെന്ന് വീണ അറിയിച്ചിരുന്നു. എന്നാൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികൾ നേരിട്ട് ഹാജരാകാതെ ഒളിച്ചു കളിക്കാൻ നിയമം അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടിലാണ് ED അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ് ഇനി വീണയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് വീണ വിജയൻ EDക്ക് മുന്നിൽ ഹാജരാകാൻ ഇത്രയധികം ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവർ നിരന്തരം അവധി അപേക്ഷകൾ നൽകി ഒളിച്ചോടാൻ നോക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ED ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങളോ തെളിവുകളോ വീണ വിജയന്റെ പക്കലില്ല. നൽകാത്ത സേവനങ്ങൾക്കാണ് കരിമണൽ കമ്പനിയിൽ നിന്നും വീണയും അവരുടെ എക്സാലോജിക് കമ്പനിയും കോടികൾ മാസപ്പടിയായി വാങ്ങിയതെന്ന് ED നേരത്തെ തന്നെ കണ്ടെത്തിയതായിരുന്നു. വീണ തന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്തരമൊരു വലിയ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ അന്വേഷണമോ പ്രതിസന്ധികളോ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടില്ല. അധികാരം കയ്യിലിരുന്നപ്പോൾ അച്ഛന്റെ തണലിൽ സുഖമായി നിന്ന വീണയ്ക്ക് മാസപ്പടി കേസിലെ ചോദ്യം ചെയ്യലുകളെ നേരിടാനുള്ള മാനസികമായ കരുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിലുമുപരി ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ മകൾക്കെതിരെ അന്വേഷണം വന്നപ്പോൾ പാർട്ടി പ്രവർത്തകർ തെരുവിൽ അക്രമം അഴിച്ചുവിട്ടത്. മാസപ്പടി കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ ED പരിശോധന നടത്തിയപ്പോൾ ED ഉദ്യോഗസ്ഥരെ പോലും കായികമായി ആക്രമിക്കാനാണ് അണികൾ ശ്രമിച്ചത്. സ്വന്തം മകളുടെ അഴിമതി മറയ്ക്കാൻ പാർട്ടിയെയും അണികളെയും തെരുവിൽ അക്രമത്തിന് വിട്ടുകൊടുത്ത മറ്റൊരു നേതാവ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വേറെ ഉണ്ടാകില്ല. ഈ കേസിന്റെ ഗൗരവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. CMRL എന്ന കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ടില്ലാത്ത ചെലവുകൾ കാണിച്ച് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയത്. ഈ തട്ടിപ്പ് പണത്തിൽ നിന്നാണ് വീണ വിജയന് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 2.78 കോടി രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് എത്തിയത്. ഇതിനു പുറമെ എംപവർ ഇന്ത്യ ക്യാപിറ്റലിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ വായ്പയും വീണയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ED നടത്തിയ 12 ഇടങ്ങളിലെ വ്യാപകമായ പരിശോധനയിൽ വിവിധ ബാങ്കുകളിലായുള്ള 242 അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും 18 കോടിയിലധികം രൂപ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിൽ നടത്തിയ സകല സാമ്പത്തിക ഇടപാടുകളുടെയും കരാറുകളുടെയും ഡിജിറ്റൽ രേഖകൾ EDക്ക് കൈമാറാൻ കോടതിയും കർശനമായി ഉത്തരവിട്ടിട്ടുള്ളതാണ്. ലഭ്യമായ പരമാവധി തെളിവുകളും CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് ശേഖരിച്ച മൊഴികളും ഡേറ്റകളും പൂർണ്ണമായും ഒത്തുനോക്കിയ ശേഷമാണ് ED ഇപ്പോൾ വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിനാണ് ഈ കോടികൾ വാങ്ങിയതെന്ന് കൃത്യമായ രേഖകൾ സഹിതം ബോധ്യപ്പെടുത്താൻ വീണ വിജയൻ ബാധ്യസ്ഥയാണ്. ഈ കേസിനെ കേന്ദ്ര ഏജൻസി എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ നീക്കങ്ങൾ മാത്രം നോക്കിയാൽ മതി. ED ഡയറക്ടർ ഉൾപ്പെടെയുള്ള അതീവ ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ നേരിട്ടെത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട വിശദമായ ചർച്ചകളും കേസ് ഡയറി പരിശോധനകളും നടത്തിയ ശേഷമാണ് ലഭ്യമായ തെളിവുകൾ നിയമപരമായി 100% ശക്തമാണെന്ന് ഉറപ്പുവരുത്തി വീണ വിജയന് നേരിട്ട് ഹാജരാകാനുള്ള അന്തിമ സമൻസ് അയച്ചിരിക്കുന്നത്. വിവാദ കമ്പനിയായ CMRLന്റെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയോടും ഇതേ ദിവസം ഹാജരാകാൻ നിർദ്ദേശമുണ്ട്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. വരുന്ന ബുധനാഴ്ച വീണ വിജയൻ EDക്ക് മുന്നിൽ ഹാജരാകുമോ അതോ പതിവ് പോലെ കോടതികളെ സമീപിച്ച് സ്റ്റേ വാങ്ങാൻ നോക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്: നിങ്ങൾ എത്രയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാലും പാർട്ടി അണികളെ വിട്ട് തെരുവിൽ അക്രമം നടത്തിയാലും നിയമത്തിന്റെ വഴിയിൽ നിന്ന് ഇനി ഒളിച്ചോടാൻ വീണ വിജയന് കഴിയില്ല. മുൻപ് പറഞ്ഞതുപോലെ മടിയിൽ കനമില്ലാത്തവർ വഴിയിൽ ഭയപ്പെടേണ്ടതില്ലല്ലോ. ഭയമുണ്ടെങ്കിൽ അതിനർത്ഥം മടിയിൽ വലിയ തോതിൽ കനമുണ്ടെന്ന് തന്നെയാണ്.